സമയം രാവിലെ 7 മണിയേ ആയിട്ടുള്ളൂ. തിരിച്ചു വരുമ്പോഴേക്കും വെള്ളം കയറാൻ ചാൻസ് ഉള്ള ഈ കണ്ടൽക്കാടിന്റെ ഇടയിലൂടെ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഞാൻ അടുത്തിടെ പോയതിൽ വെച്ച് ഒരു കിടിലൻ സ്പോട്ട് പരിചയപ്പെടുത്തി തരാം. ഈ 2026-ലും 40ഓളം കുടുംബങ്ങൾ വസിക്കുന്ന വാഹനമെത്താത്ത ഒരു തുരുത്ത് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വേലിയിറക്ക സമയം ആയതുകൊണ്ട് ഇത്രയും വെള്ളമേ ഇവിടെയുള്ളൂ. അല്ലെങ്കിൽ ഏകദേശം മുട്ടറ്റം വെള്ളത്തിൽ കൂടെ വേണം 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇതുവരേക്കും വാഹന സൗകര്യം ഇല്ലാത്ത ഈ തുരുത്തിലെത്താൻ. ഇതാണ് പുറം ലോകവുമായി അവരെ കണക്ട് ചെയ്യുന്ന ഏക വഴി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വാഭാവിക കണ്ടൽക്കാടാണ് ഇത്. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ഏരിയ സംരക്ഷിച്ചു വരുന്നത്. 9 പരം ഇനത്തിലുള്ള കണ്ടലുകളെ ഇവിടെ കാണാനാവും. ഒരു സർക്കാർ ഫിഷ് ഫാമും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് മുഴുവൻ കണ്ടൽ മരങ്ങളാണ്. അതിന്റെ ഇടയിലൂടെയുള്ള ഈ നടപ്പ് അവസാനിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഈ ഒരു പാലത്തിന്റെ ചുവട്ടിലാണ്. സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ? ഇവിടുത്തെ നാട്ടുകാർ തന്നെ റെഡിയാക്കിയ ഒരു സെറ്റപ്പാണ്. മീൻപിടുത്തമാണ് ഇവിടുത്തെ ആളുകളുടെ മുഖ്യ ഉപജീവന മാർഗം. വാഹനങ്ങളൊന്നും എത്തിച്ചേരാത്തതുകൊണ്ട് മിക്ക വീടുകളിലും വള്ളങ്ങൾ ഉണ്ടാകും. നമ്മൾ പുറത്തുനിന്നുള്ളവർക്ക് ഈ ഒരു ലൊക്കേഷൻ വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും ഇവിടുത്തെ ആളുകളുടെ ജീവിതം ദുരിതം നിറഞ്ഞാണ്. കായലിനോട് ചേർന്ന സ്ഥലമായതിനാൽ ഉച്ച കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയിൽ മുഴുവൻ വെള്ളം കയറും. അതുകൊണ്ട് രാവിലെ ഇവിടെ വരുന്നതാവും നല്ലത്. ഇനി ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു തരാം. പൊതലങ്ങാത്തുരുത്ത് എന്ന വെബ് സീരീസിലൂടെ പ്രശസ്തമായ 1000 തെങ്ങ് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണിത്. ഓച്ചിറ ടൗണിൽ നിന്ന് 4.5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ലൊക്കേഷൻ വേണ്ടവർ കമന്റ് ചെയ്താൽ മതി, DM ൽ അയച്ചു തരാം. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.